ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 9:32 മുതൽ 34 വരെ. അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായൊരു ഊമനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു. ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു. പരീശന്മാരോ, ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അരങ്ങേറുന്ന സൗഖ്യദായക ശുശ്രൂഷകളുടെ ഒരു പരമ്പര തന്നെ 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. പള്ളിപ്രമാണിയുടെ മകൾക്ക് ജീവൻ തിരികെ നൽകുകയും 2 കുരുടന്മാർക്ക് കാഴ്ച നൽകുകയും അതിനുശേഷമാണ് ഭൂതഗ്രസ്തനായ ഊമനെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. ഇതിനു മുൻപ് പറഞ്ഞ അതിശയത്തിൻ്റെ മറ്റൊരു വശമാണിത്. ഈ അത്ഭുതം മുൻപ് പറഞ്ഞ കുരുടന്മാർ പുറമേയുള്ള ലോകത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് ബോധവാന്മാരല്ല. ഇവിടെ പറയുന്ന ഭൂതഗ്രസ്തനായ ഊമൻ ലോകത്തെക്കുറിച്ച് ബോധവാനാണെങ്കിലും അത് വിശദീകരിക്കാനോ ഉൾക്കൊള്ളാനോ നിർവാഹമുള്ളവനല്ല. യേശു ഭൂതത്തെ പുറത്താക്കി. ഊമൻ സംസാരിക്കാൻ തുടങ്ങി. പുരുഷാരം അത്ഭുതപ്പെട്ടു. ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അതിശയിച്ചു. സാത്താന്റെ ഭരണത്തിൽ നമ്മുടെ യഥാർത്ഥ നില എന്താണെന്നുള്ളത് നമ്മെ കാണിക്കുന്നു. സാത്താന്റെ അടിമത്വത്തിൽ നമ്മെ ബന്ധിച്ചു വച്ചിരുന്നതിനാൽ ദൈവസ്തുതിക്കായി നമ്മുടെ വായി തുറക്കപ്പെട്ടിരുന്നില്ല. സാത്താന്റെ അധികാരത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടതിനാൽ നാം അവൻ്റെ സ്തുതിയെ കീർത്തിക്കുന്നു. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിലും എബ്രായർ 13-ലുമൊക്കെ ഇതിന് സമാനമായ സംഭവങ്ങളുണ്ട്. യുഗപരമായി ചിന്തിക്കുമ്പോൾ ഈ 2 അത്ഭുതങ്ങളും ഇസ്രായേലിൻ്റെ ഇന്നത്തെ അന്ധതയെ കാണിക്കുന്നു. കൂടാതെ അവരുടെ ഭാവിയിലെ കാഴ്ചയുടെ ഉദ്ധാരണത്തിലേക്കും വെളിച്ചം വീശുന്നു. ഇസ്രായേലിൻ്റെ കണ്ണ് തുറക്കപ്പെടുമ്പോൾ അവർ യേശുവിൻ്റെ സൗന്ദര്യം ദർശിക്കുകയും അവരുടെ ബന്ധനമഴിയുമ്പോൾ അവർ ലോകത്തെ നന്നായി മനസ്സിലാക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യും. ഭൂതങ്ങളെ പുറത്താക്കാനുള്ള യേശുവിൻ്റെ ബെൽസബൂബ് എന്ന ഭൂതങ്ങളുടെ തലവനിൽ നിന്നുമുള്ള കഴിവാണ് എന്ന് പരീശന്മാർ അവനെ കുറ്റം പറഞ്ഞു. യേശുവിൻ്റെ പ്രവൃത്തികളെ കണ്ട ശേഷവും അത് സാത്താന്യമാണെന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിന് നേരെയുള്ള പാപമാണ് ഇത് എന്ന് മർക്കോസിൻ്റെ സുവിശേഷ രചനയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 2 തരത്തിലുള്ള വിടുതലാണ് ഭൂതഗ്രസ്തന് ലഭിക്കുന്നത്. ഒന്ന്, അവൻ്റെ ഭൂതം വിട്ടുമാറി സ്വയബോധത്തിലേക്ക് മടങ്ങി വരികയും നാവിൻ്റെ ബന്ധനങ്ങൾ അഴിയപ്പെടുകയും ചെയ്യുന്നു. ഈ 2 ശുശ്രൂഷകൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണതയെ സൂചിപ്പിക്കുകയാണ്. ഒരുപാട് ബന്ധനങ്ങളുണ്ട്. വായ തുറക്കാനാവാത്ത ബന്ധനം, അതുപോലെ പ്രവർത്തിക്കാൻ പറ്റാത്ത ബന്ധനം, ചിന്താശേഷിയുടെ നഷ്ടം. ഇതിൽ നിന്നെല്ലാം മടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ നന്മയിലേക്കും പൂർണ്ണതയിലേക്കും കർത്താവ് അവനെ കരം പിടിച്ച് ഉയർത്തുന്നു. ഇതിനെയും വിമർശിക്കുന്ന യഹൂദ പുരുഷാരം ഒരു പക്ഷെങ്കിൽ ഇന്നിൻ്റെ നേർക്കാഴ്ചയാവാം. നന്മയെ തള്ളിക്കളയാനും ത്യജിക്കാനും അതിനെ നിശിതമായി വിമർശിക്കാനും നിയമങ്ങളെ കൂട്ടുപിടിക്കുന്ന ആളുകളുണ്ട്. കർത്താവ് നമ്മുടെ ബന്ധനങ്ങളെ അകറ്റുന്നവനാണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ദൃശ്യവും അദൃശ്യവുമായ ബന്ധനങ്ങൾ ഒരു പക്ഷെങ്കിൽ നമുക്കുണ്ടാവാം.
അതിൽ നിന്ന് ഒരു മോചനം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലല്ലാതെ മറ്റെങ്ങുമില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിക്കാം, ചലനാത്മകത വീണ്ടെടുക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ചേർന്ന് വരുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ സ്വാതന്ത്ര്യബോധത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിക്കുന്നു. ലജ്ജിതരായി പോകുവാൻ ഞങ്ങളെ ഇടയാക്കരുതേ. യേശു മശീഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.